4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥം രൂപപ്പെട്ടതിനു ശേഷം അവശേഷിക്കുന്ന പാറ കഷ്ണങ്ങളാണ് ചിഹ്നഗ്രഹങ്ങൾ. ഏകദേശം 2 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഈ മാസം ഭൂമിയുടെ അടുത്തെത്തും. ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നതനുസരിച്ച് 2024 ഓൺ എന്ന് പേരിട്ടിരിക്കുന്ന 720 അടി വീതിയിലുള്ള ഈ ചിഹ്നഗ്രഹം സെപ്റ്റംബർ 15-ന് ഭൂമിയുടെ അടുത്ത് നിന്ന് ഏകദേശം 6,20,000 മൈൽ ദൂരം കടന്നുപോകും. ഈ ദൂരം വളരെ വലുതാണെന്ന് തോന്നുമെങ്കിലും ജ്യോതിശാസ്ത്രപരമായി ഇത് വളരെ അടുത്താണ്. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിന് ഏകദേശം സമാനമാണ് ഈ ചിഹ്നഗ്രഹം കടന്നു പോകുന്ന ദൂരം. ഭൂമിക്ക് ഒരു തരത്തിലും ഈ പ്രതിഭാസം ഒരു ദോഷവും ഉണ്ടാക്കില്ലെന്നും സമാനമായ സംഭവം ഓരോ 10 വർഷത്തിലും ശരാശരി ഒരു തവണ സംഭവിക്കുന്നു എന്നാണ് വെർച്വൽ ടെലിസ്കോപ്പ് പ്രൊജക്ട് പറയുന്നത്. വടക്കൻ അർദ്ധഗോളത്തിൽ നിന്ന് ദൃശ്യമാകുന്ന ഈ ചിഹ്നഗ്രഹം നക്ഷത്ര നിരീക്ഷകരെയും ജ്യോതിശാസ്ത്രജ്ഞരെയും സംബന്ധിച്ച് അപൂർവവും മനോഹരവുമായ ഒരു കാഴ്ചയാണ്. സെപ്റ്റംബർ 15-ന് ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഈ പ്രതിഭാസം തെളിഞ്ഞ ആകാശത്തിൽ ദൂരദർശിനികളുടെയോ ബൈനോക്കുലറുകളുടെയോ സഹായത്തോടെ നിരീക്ഷിക്കാവുന്നതാണ്. ജ്യോതിശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് 2024 ഓൺ എന്ന ചിഹ്നഗ്രഹത്തിന്റെ ഘടന, വേഗത, ഭ്രമണ കാലഘട്ടം, പരിക്രമണ പാത എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അപൂർവവും അമൂല്യവുമായ അവസരമാണിത്. ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളുടെ പ്രവചന മാതൃകകൾ പരിഷ്കരിക്കുന്നതിലും സൗരയൂഥത്തിന്റെ സങ്കീർണമായ ചലനാത്മകതയിലേക്ക് വെളിച്ചം വീശുന്നതിനും ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് ഈ വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നാസയുടെ അഭിപ്രായത്തിൽ 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥം രൂപപ്പെട്ടതിന് ശേഷം അവശേഷിക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ചിഹ്നഗ്രഹങ്ങൾ. എല്ലാ ചിഹ്നഗ്രഹങ്ങളും ഒരേ വലിപ്പവും ആകൃതിയും ഉള്ളവയല്ല. ചിഹ്നഗ്രഹങ്ങൾ സൂര്യനിൽ നിന്ന് വ്യത്യസ്ത അകലങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ രൂപപ്പെട്ട് നിലകൊള്ളുന്നതിനാൽ എല്ലാ ചിഹ്നഗ്രഹങ്ങളും ഒരുപോലെയല്ല. മിക്ക ചിഹ്നഗ്രഹങ്ങളും വ്യത്യസ്ത തരം പാറകൾ കൊണ്ട് രൂപപ്പെട്ടതാണെങ്കിലും ചിലതിൽ നിക്കൽ, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങളോ കളിമണ്ണുകളോ ഉണ്ട്. ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളെ നാസ തുടർച്ചയായി ട്രാക്ക് ചെയ്യുകയും അവയുടെ പാത ഒരു ഡാറ്റാബേസായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. 150 മീറ്ററിൽ കൂടുതൽ വ്യാസമുള്ളതും 4.6 ദശലക്ഷം മൈൽ അടുത്തുമുള്ള ചിഹ്നഗ്രഹങ്ങളെ അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളായി കണക്കാക്കുന്നു. അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹ ഭീഷണികൾ പഠിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള തുടർച്ച ശ്രമങ്ങളുടെ ഭാഗമായി നാസ ചിഹ്നഗ്രഹ വ്യതിയാന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് ഒരു ചിഹ്നഗ്രഹത്തിന്റെ ഗതി മാറ്റാൻ ഒരു കൈനറ്റിക് ഇമ്പാക്ടർ ബഹിരാകാശ പേടകം ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിനാലാണ് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ദൗത്യം നാസ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.